നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മീനക്കൂറ്, അതിൽപ്പെട്ട നക്ഷത്രം, അതായത് പുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ 3 നാളുകളാണ് ഈ മീനക്കൂറിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. അപ്പം അതിനകത്ത് കുറേ നാളുകളായിട്ട് സങ്കടാവസ്ഥകളായിരുന്നു മീനക്കൂറുകാർക്ക്. ഈ പുരുട്ടാതി അവസാന ഭാഗത്തിലാണെങ്കിലും ഉത്രട്ടാതിക്കാണെങ്കിലും രേവതിക്കാണെങ്കിലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് മാനസിക ബുദ്ധിമുട്ടുകളും ജോലി രംഗത്തെ തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിൽ പ്രശ്നങ്ങളും അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ആയിരുന്നു. ഭൂരിഭാഗം ഈ മീനക്കൂറിൽ പെട്ടിരിക്കുന്ന നക്ഷത്രക്കാർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും ബുദ്ധിമുട്ടുകളായിരുന്നു. പല ആൾക്കാർക്കും രോഗാദുരിതങ്ങൾ വന്ന് അതുകൂടുത്ത വലിയ ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അനവധി വിഷമം അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കർമ്മരംഗം ജോലി രംഗത്ത് തടസ്സങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ പല വിഷമസന്ധികളും അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് ഈ കൂറിൽപ്പെട്ടിരിക്കുന്ന നാളുകാർ അനുഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായി തുടങ്ങിയപ്പോഴേ പ്രധാനമായിട്ട് ഈ നാളുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. എന്താ, എന്തെങ്കിലും ചെറുതാണെങ്കിലും എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സന്ദർഭവും സമയമൊക്കെ ഇനി വന്നേർന്നാക്കണം. ഇനി അതും പറഞ്ഞ് ആരും അനവധി കാശൊന്നും ലോട്ടറി എടുത്ത് കളയണമെന്നില്ല. എന്താ, ചില ആൾക്കാർക്ക് ഇങ്ങനെ ഭാഗ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന പണിയെടുത്ത് കിട്ടുന്ന കാശും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കാശൊക്കെ എടുത്ത് ഒരുപാട് ലോട്ടറിയൊക്കെ എടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ തേടി ആ കൃത്യസമയത്ത് ആ കാര്യങ്ങളെല്ലാം വന്ന് ചേർന്ന് നമുക്ക് ആ ഭാഗ്യാനുഭവമായിട്ട് തന്നെ വന്നോളും. ഇപ്പോൾ ലോട്ടറിയിൽ കൂടി തന്നെ വന്നെന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് പണം ഒരാൾക്ക് സഹായിച്ചിട്ടുണ്ട്, അത് തിരിച്ച് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് കൊടുക്കുന്ന പണം തിരിച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ കിട്ടാനുള്ള പണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വല്ല പൂർവിക സ്വത്തുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്തുവകകൾ അങ്ങനെയെങ്കിലും കിട്ടാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നത് ഭാഗ്യമായിട്ട് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഭാഗ്യാനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ജോലി രംഗത്ത് കർമ്മരംഗത്ത് അല്പം കൂടി അഭിവൃദ്ധി ഉണ്ടാവാനും മേൽഗതി ഉണ്ടാവാനും സന്തോഷ സാഹചര്യങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. മീനക്കൂറുകാർക്ക് അവരുടെ തൊഴിൽ മേഖല എന്താണോ, ജോലി ചെയ്യുന്ന മേഖല എന്താണോ ആ മേഖലയിൽ അല്പം കൂടി സംതൃപ്തിയോടുകൂടി ജോലി ചെയ്യാനും വരുമാന മാർഗങ്ങൾ കൂടാനും അതുപോലെ തന്നെ മേൽഗതി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് ഈ സമയത്ത്. പിന്നെ വീട് പണി തുടങ്ങിയിട്ട് അത് തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ മീനക്കൂറുകാരെ വീട് പണി ആരംഭിച്ചിട്ട് അതിന് എന്തെങ്കിലും രീതിയിൽ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ആ വീട് പണി പുനരാരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട് വാങ്ങിക്കാനും സ്ഥലം വാങ്ങിച്ച് വീട് പണിയാനൊക്കെ നോക്കുന്ന ആൾക്കാർക്കും ആ തടസ്സങ്ങളൊക്കെ നീങ്ങി ഇതെല്ലാം പൂർത്തീകരിക്കാനും ഭംഗിയായിട്ട് തുടങ്ങാനൊക്കെ സാധിക്കും. അങ്ങനത്തെ സമയമാണിത്. പിന്നെ അതുപോലെ തന്നെ യാത്രകൾ ചെയ്യാൻ സാധിക്കും ഈ നാളുകാർക്ക്. ആരെങ്കിലും കൂടെയാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിലൊക്കെ യാത്രകളൊക്കെ ചെയ്യാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. അതിനവസരങ്ങളും വരും. അത് വേണ്ട രീതിയിൽ അവർ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറ്റിയാക്കണ ഒരു സന്ദർഭവും സമയമൊക്കെയാണ് ഈ തുടങ്ങിയാക്കണത്. പിന്നെ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ കൂറുകാർ നക്ഷത്രക്കാരെ ഈ പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതിക്കാർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനവധി കാലങ്ങളായിട്ട് ഒരു 45 വയസ്സിന് മേലെയുള്ള ഈ രേവതി സ്ത്രീകളാണെന്നുണ്ടെങ്കിലൊക്കെ അനവധി വിഷമങ്ങളായിട്ട് നടക്കുകയാണ് കുറേ കാലങ്ങളായിട്ട്. രോഗാതുരിതങ്ങളും മാനസിക ക്ലേശങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. ഉത്രട്ടാതിയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സന്ദർഭത്തിൽ, ഈ സമയത്തിൽ. അതിനൊക്കെ മോചനം കിട്ടുന്ന സമയമായി, ഒരു സംശയം വേണ്ട. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാനും സുഖാനുഭവങ്ങൾ കിട്ടാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്.
അതിനൊക്കെയുള്ള സാധ്യതകളായി. പിന്നെ അതുപോലെ തന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വിവാഹാലോചനകൾ നോക്കുന്ന ആൾക്കാർ, ഈ കൂറിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്കൊക്കെ അധികം താമസിക്കാതെ തന്നെ, അധികം വൈകാതെ തന്നെ, അധികം ദീർഘകാലം നോക്കി നിൽക്കേണ്ട ആവശ്യം വരില്ല. അല്ലാതെ തന്നെ കാര്യങ്ങൾ വരാനും വന്നു ചേരാനും ഒത്തുപോകാനുള്ള എല്ലാം സാധ്യതകളുണ്ട്. അതിനൊക്കെയുള്ള സന്ദർഭവും സമയമൊക്കെ ആയിട്ടുണ്ട് ഈ നാളുകാർക്ക്. അവർക്കൊക്കെ നക്ഷത്രവശാലും ജാതകവശാലൊക്കെ അതിനൊക്കെയുള്ള അനുഭവത്തിനൊക്കെയുള്ള സന്ദർഭവും സമയമൊക്കെ ആവണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയവും ഒരു സങ്കടവും വിഷമമൊന്നും വേണ്ട. വിവാഹം നടക്കും, വൈകാതെ തന്നെ നടക്കും ഈ കൂറുകാർക്ക്. അതൊരു ഭാഗ്യാനുഭവമാണ്. ഒരു നല്ല വിവാഹാലോചനകളൊക്കെ വന്ന് നടക്കുക, സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യാനുഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയമാണിത്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാരെ വിദേശത്ത് ജോലിക്ക് നോക്കാനാണെങ്കിൽ, വിദേശത്ത് പഠിക്കാൻ പോകാനാണെങ്കിലൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അതിനൊക്കെ ബുദ്ധിമുട്ടിയെന്നൊക്കെ മോചനം കിട്ടി എത്രയും വേഗം വിദേശത്ത് പോകാനും പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ നമ്മളെ കളഞ്ഞു പോയത് അല്ലെങ്കിൽ ആക്കിൽ കൊടുത്തു പോയതൊക്കെ ആയിട്ടുള്ള ഈ കൊടുത്ത ആക്കിലൊക്കെ നമ്മൾ സഹായിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് സ്വർണ്ണമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതെല്ലാം തിരിച്ച് കിട്ടാനുള്ള ഒരു ഭാഗ്യസ്ഥിതി ഉണ്ട് ഈ സമയത്തെ. ആർക്കെങ്കിലും പണമായിട്ടാ സ്വർണ്ണമായിട്ടാ വല്ല വാഹനങ്ങളായിട്ടാ ഏതെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾക്ക് തിരിച്ച് ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ നടക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പൊതുവേ ഈ കൂറുകാർക്ക് ഒരു 100-ൽ 90% കാലവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഇതിൻ്റെ ഈ സമയസ്ഥിതി പോകുന്നത്. അപ്പോൾ ഒരു കർക്കിടകം പകുതിയോടുകൂടിയൊക്കെ ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ആയി തുടങ്ങും, സംശയമില്ല. കർക്കിടക മാസം പകുതി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ തുടങ്ങും. അത് കുറച്ച് ആൾ തന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കും. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, ഒരു സംശയം വേണ്ട. അതിനൊക്കെയുള്ള സമയങ്ങളായിട്ടുണ്ട് ഈ നാളുകാർക്ക്. കുറേ നാളുകളായിട്ട് വിഷമിച്ചിരിക്കുകയാണേ. കുറേ നാളുകളായിട്ട് ഈ നാളുകാർ അല്പം വിഷമസന്ധിയിലും സങ്കടസന്ധിയിലൊക്കെ ഇരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം കിട്ടുകയാണ്, ഒരു സംശയം വേണ്ട കേട്ടോ. ഇനി അഥവാ ഇതിൽ നിന്ന് മോചനം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേരണില്ല എന്നുണ്ടെങ്കിൽ, ഭാഗ്യാനുഭവങ്ങളും ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങി അത് നടക്കുന്ന സാഹചര്യമോ, വിവാഹകാര്യങ്ങൾ നടക്കാത്ത അവസ്ഥകളാ, ശാരീരിക ബുദ്ധിമുട്ട്, രോഗസ്ഥിതിയിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത അവസ്ഥകളൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അല്പം വഴിപാടുകൾ കൊണ്ടും കൂടി മുക്തി കിട്ടാവുന്നതാണ്. മനസ്സിലായ? അപ്പോൾ അതിന് പറ്റിയ കുറച്ച് വഴിപാടുകളുണ്ട്. പ്രധാനമായിട്ട് ഗണപതിക്ക് എന്തെങ്കിലും വഴിപാട് വെച്ച് പ്രാർത്ഥിക്കാം. ഗണപതി ഭഗവാന് പൽപ്പായസം അല്ലെങ്കിൽ അപ്പനേദ്യം, മോദകനേദ്യം, ചുണ്ടൽ നേദ്യം, ഇങ്ങനെയുള്ള വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. എന്തായാലും നാളികേരം ഒരുണ്ട് ശർക്കരയെ കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും വഴിപാടുകൾ കഴിച്ച് ഗണപതി ഭഗവാന്റെ ആ പ്രീതി പറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ആ ദുരിതങ്ങൾ മാറി അനുകൂല സ്ഥിതിയിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ ഗണപതി ഭഗവാന് പൽപ്പായസം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ പൽപ്പായസം കഴിക്കുക. അപ്പനിവേദ്യം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒറ്റയപ്പ നിവേദ്യങ്ങൾ അല്ലെങ്കിൽ അപ്പനിവേദ്യം എന്തെങ്കിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഭഗവാന് മുക്കൂറ്റിമാല, കർഗമാലയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും ആൾക്കാർക്ക്, ഈ സങ്കടാനുഭവങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ചെയ്യാൻ പറ്റിയ വഴിപാടെന്ന് പറഞ്ഞാൽ ദുർഗാ ഭഗവതിക്ക് ശാന്തി ദുർഗമന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. ദുർഗാ ഭഗവതിക്ക് നെയ്വിളക്ക് കഴിച്ച് പ്രാർത്ഥിക്കാം. അതും വളരെ വിശേഷമാണ്. അപ്പോൾ സാധിക്കുന്ന ആൾക്കാരെ വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാടാണ് മഹാദേവന് പ്രദോഷ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് സർവ്വദോഷങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ച് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ മോചനം കിട്ടണം. എല്ലാ രീതിയിലും മോചനം കിട്ടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം. നല്ല ദിവസങ്ങളൊക്കെയാണ് വരുന്നത്, ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കുടുംബമായിട്ടൊക്കെ സന്തോഷമായിട്ടൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാവരും അന്യോന്യം ഉണ്ടാക്കിയെടുക്കണം. ഒരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സങ്കടങ്ങളുണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റി മറിച്ചൊക്കെ
ആ നല്ല ദിവസങ്ങൾ ഏറ്റവും നന്നായിട്ട് കുടുംബമായിട്ട് സന്താനങ്ങളായിട്ടും മാതാപിതാക്കളൊക്കെ ആയിട്ട് ആഘോഷിക്കാനും സന്തോഷമായിട്ട് കൊണ്ടാടാനൊക്കെ ഉള്ളൊരു മനസ്സെല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. ദുശീലങ്ങളും ദുർബുദ്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കുടുംബമായിട്ടൊക്കെ ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാനുള്ള മനസ്സോടുകൂടിയൊക്കെ മുന്നോട്ട് പോകണം. എല്ലാവരും ദൈവതുല്യരായിട്ടൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് തന്നെ പോകണം. ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനമായി നക്ഷത്രക്കാർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പ്രകടമാവണം. എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം മഹാദേവൻ തരും, സംശയം വേണ്ട. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടംപോലെ കമൻസൊക്കെ നമുക്ക് വരാറുണ്ട്, മോശവും നല്ലതൊക്കെ വരാറുണ്ട്. അതോരോരുത്തരുടെ യുക്തിയല്ല, ഇഷ്ടം പോലെ ഇടാവുന്നതാണ്. ഇഷ്ടാവില്ലെങ്കിൽ ഇഷ്ടാവാത്ത വിശേഷങ്ങളിടാം, ഇഷ്ടാവുണ്ടെങ്കിൽ ഇഷ്ടമാവുന്ന വിശേഷങ്ങളിടാം. നമ്മൾ പറയുന്നതൊന്നും അനുകൂല സ്ഥിതിയിൽ വന്നില്ലെങ്കിൽ അതും ഇടാം. എന്താണെങ്കിലും ഇടാം. നമുക്കിതൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഒരു സന്തോഷമാണ്. ഒരുപരി അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണല്ല. നമ്മളുടെ തിന്മകളും നന്മകളും പറയുന്നതൊക്കെ ഭാഗം. നമ്മൾക്ക് വരുന്ന കേടുപാടുകൾ, അതെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന വീഴ്ചകൾ, അതൊരാൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അത് വളരെ നല്ല കാര്യമാണ്. കാരണം എല്ലാവരും ഒന്നും പൂർണ്ണരല്ലല്ല. എന്നെ സംബന്ധിച്ച് നമ്മളൊട്ടും പൂർണ്ണനല്ല. നമുക്ക് നല്ല വാസ്തവമുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സംശയം വേണ്ട. കമൻറ്റിലിരുന്ന ആൾക്കാർക്കാണെങ്കിലും അതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു കർത്തവ്യമാണ് വാസ്തവത്തിൽ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.